أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. ولقد أرسلنا موسى بآياتنا أن أخرج السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حاميم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് പൂർത്തിയാക്കി തന്ന ദീനുൽ ഇസ്ലാം, അതിൽ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഇബാദത്തുകൾ, അവിടുന്ന് നിർദ്ദേശിച്ചിട്ടില്ലാത്ത നമസ്കാരങ്ങൾ, അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലാത്ത നോമ്പുകൾ, പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ സൂറത്ത് പാരായണങ്ങൾ എന്നിവയെല്ലാം പിൽക്കാലത്ത് പലരിലൂടെയായി ഈ സമൂഹത്തിൽ പ്രചരിക്കുവാൻ ഇടയായിട്ടുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ വളരെ കണിശമായും വ്യക്തമായും നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാം ദീൻ, ആ വിഷയത്തിൽ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയും എന്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഇല്ലാത്ത യാതൊരു അമലുകളും മതപരമായ നിലക്ക് നിർവഹിക്കുവാൻ പാടില്ല എന്നും വളരെ വ്യക്തമായി അവിടുന്ന് ഈ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ ഏറെ ഒരു വിഭാഗം ആളുകൾ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ആചരിച്ചു വരുന്ന ഒരു ആചരണമാണ് ബറാഅത്ത് ദിനാചരണം എന്ന പേരിൽ നടത്തുന്ന മുഴുവൻ ചടങ്ങുകളും. വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളം വചനങ്ങളിലും വളരെ വ്യക്തമായി അതിന്റെ പോരിശകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നു. തന്നെയുമല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ആ രാത്രിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് വചനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന അഭിപ്രായത്തെയും വളരെ പ്രബലമായ നിലയ്ക്ക് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുവാനും ഒരു വിഭാഗം മുതിർന്നുകൊണ്ടിരിക്കുകയാണ്. ശഅബാൻ 15 രാത്രിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെയും സൂചനകൾ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി എഴുതുവാനും പറയുവാനും ഒരു വിഭാഗം പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചത് സൂറത്തു ദുഖാനിന്റെ ആദ്യ ഭാഗത്ത് വന്ന ആയത്തിന് മുൻഗാമികളായ തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ച ദുർബലമായ ഒരു റിപ്പോർട്ടാണ്. അതായത് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഉദ്ധരണി, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. ഈ ആയത്തിന്റെ തഫ്സീറുകൾ എഴുതിയ മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ആ ഖുർആനിനെ ഇതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്റെ മുമ്പ് പറയുന്നു ഹാമീം വൽ കിതാബിൽ മുബീൻ. അപ്പൊ ആ സുവ്യക്തമായ കിതാബ്, അതാണ് ഇന്നാ അൻസൽനാഹു, ആ കിതാബിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തിൻ മുബാറക, ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ. ഇന്നാ കുന്നാ മുൻദിരീൻ, നിശ്ചയമായും നാം മുന്നറിയിപ്പ് നൽകുന്ന ഒരു നിലക്ക്. തന്നെയുമല്ല ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം, ബലവത്തായ എല്ലാ കാര്യങ്ങളും ആ ദിവസത്തിൽ വിവേചനം ചെയ്യപ്പെടുന്നു, വേർതിരിക്കപ്പെടുന്നു ആ രാത്രിയിൽ. അംറൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പന പ്രകാരം എന്നിങ്ങനെ അർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ വചനം തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി അവർ പറയുന്നു, ആ രാത്രി കൊണ്ട് ലൈലത്തുൽ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദർ തന്നെയാണ്.
അത് ശഅബാൻ 15 രാത്രിയല്ല. കാരണം വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് വ്യാഖ്യാനിക്കും. ലൈലത്തുൽ മുബാറകത്തിലാണ് അതിനെ നാം അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു തആല ഇവിടെ പറയുന്നു സൂറത്തു ദുഹാനിന്റെ പ്രാരംഭത്തിൽ. എന്നാൽ അല്ലാഹു തആല തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നമുക്കൊക്കെ സുപരിചിതമായ ഒരു അധ്യായത്തിൽ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഖദറിന്റെ രാത്രിയിലാണ് അതിനെ നാം അവതരിപ്പിച്ചത്. അപ്പൊ ഒരിടത്ത് അല്ലാഹു ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ലൈലത്തുൽ മുബാറകത്തും ലൈലത്തുൽ ഖദ്റും ഒന്ന് തന്നെ എന്നതിൽ സംശയമില്ല. ഇനി അതേത് മാസമാണ്? ശഅബാനിലാണോ ആ ലൈലത്തുൽ മുബാറകത്ത്, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ? അല്ല. വിശുദ്ധ ഖുർആനിന്റെ 2ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസം, അതിലാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പൊ ലൈലത്തുൽ മുബാറകത്തും ദുഹാൻ സൂറത്തിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറകത്തും ഖദ്ർ സൂറത്തിൽ പറഞ്ഞ ലൈലത്തുൽ ഖദ്റും റമദാനിലാണ്. അപ്പൊ റമദാനിലെ ലൈലത്തുൽ ഖദ്റിൽ ഇറക്കിയതിനെ കുറിച്ച് തന്നെയാണ് സൂറത്തു ദുഹാനിന്റെ ആരംഭത്തിലും പറയുന്നത് എന്ന് എല്ലാ മുഫസ്സിരീങ്ങളും എടുത്തുദ്ധരിച്ചു. അവർ റിപ്പോർട്ട് എഴുതി. എല്ലാവരും അങ്ങനെ തന്നെ പ്രബലമായ നിലക്ക് ഉദ്ധരിച്ചു. എന്നാൽ ചില ആളുകൾ, അഥവാ ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നുള്ള ഒരു ഉദ്ധരണി, അദ്ദേഹം പറഞ്ഞു ലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ പറയുന്ന ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ ഖദ്ർ അല്ല, ഈ ലൈലത്തുൽ മുബാറകത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിസ്ഫു ശഅബാന്റെ രാവാണ്, ശഅബാൻ 15 രാത്രിയാണ് എന്നൊരു അഭിപ്രായം ഇക്രിമയിൽ നിന്ന് എല്ലാ മുഫസ്സിരീങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ തന്നെയും ആ അഭിപ്രായം ഉദ്ധരിച്ചിട്ട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഉദാഹരണത്തിന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണമായി തന്നെ രേഖപ്പെടുത്തുകയാണ്, വമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ കമാ റുവിയ അൻ ഇക്രിമ ഫഖദ് അബ്അദ അൻ-നജ്അത ഫഇന്ന നസ്സൽ ഖുർആനി അന്നഹാ ഫീ റമദാൻ. ആരെങ്കിലും പറഞ്ഞാൽ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമൻ ഖാല ആരെങ്കിലും പറഞ്ഞാൽ ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ഈ ലൈലത്തുൽ മുബാറകത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് ശഅബാനിന്റെ പകുതിയുടെ രാത്രിയാണ് എന്ന് ആരെങ്കിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതുപോലെ കമാ റുവിയ അൻ ഇക്രിമത, ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുപോലെ, ഫഖദ് അബ്അദ അൻ-നജ്അ, അയാൾ ആ അഭിപ്രായം സത്യത്തിൽ നിന്നും ബഹുദൂരം അകലെയാണ്. ആ അഭിപ്രായവും സത്യവുമായി ഒരു ബന്ധവുമില്ല. കാരണം ഫഇന്ന നസ്സൽ ഖുർആനി, വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ അഭിപ്രായം, അന്നഹാ ഫീ റമദാൻ, അത് റമദാനിലായിരുന്നു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അഭിപ്രായ പ്രകാരം ഇതുമേൽ കെട്ടിപ്പടുക്കപ്പെടുന്ന യാതൊരു അഭിപ്രായത്തിനും വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുണ്ട് എന്ന് പറയുവാൻ ഒരു രേഖയും നമുക്ക് സമർപ്പിക്കുവാൻ സാധ്യമല്ല. ഇതാണ് ഇപ്പൊ തഫ്സീറുകളിൽ അതിനെക്കുറിച്ച് വന്ന ചർച്ച. എന്നാൽ ഈ ലൈലത്തുൽ ഖദ്ർ, ഈ ലൈലത്തുൽ ബറാഅത്ത് രാവ് എന്ന് പറയുന്ന രാത്രിക്ക് ഏറ്റവും വലിയ മഹത്വം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ ചില ആളുകൾ എഴുതുവാൻ ധീരത കാണിച്ചു എന്ന് പറയുമ്പോൾ, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമായി എടുത്തു പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഇത് തന്നെ പറയുന്നു, ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് 1996 ജനുവരി 5 പ്രസിദ്ധീകരിച്ച
റിസാലമാസികയിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയത്. പുണ്യങ്ങളുമായി ബറാഅത്ത് രാവ് എന്ന ഈ ലേഖനത്തിൽ ഇതിൽ പറയുകയാണ്, ഇതിന്റെ ആദ്യ ഖണ്ഡികയിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉദാഹരണം പറയുന്നു. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ വിവേചിച്ച് വ്യക്തമാക്കുന്ന ഗ്രന്ഥം തന്നെയാണ് സത്യം. അനുഗ്രഹീത രാത്രിയിൽ നാം പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു. നിശ്ചയമായും നാം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രബലമായ എല്ലാ കാര്യങ്ങളും ആ രാത്രിയിൽ വേർതിരിക്കപ്പെടും. ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന രാത്രി ശഅബാൻ 15 ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റേ അഭിപ്രായം പറഞ്ഞതുപോലുമില്ല എന്നാണ്. പ്രബലമായ അഭിപ്രായം ലൈലത്തുൽ ഖദറാണ് എന്നും ലൈലത്തുൽ ഖദർ അല്ല ശഅബാൻ 15 രാത്രിയാണ് ഈ രാവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ ഇക്രിമയെ പോലുള്ളവരുടെ അഭിപ്രായങ്ങൾ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ് എന്നൊക്കെ പറഞ്ഞ് തഫ്സീറുകളെ കുറിച്ചോ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ചോ ഒരക്ഷരം പോലും ഇതിൽ പറയാതെയാണ് ഈ ലേഖനത്തിൽ ഇതിന്റെ മഹത്വം പറഞ്ഞത്. ഞാനിതെടുത്ത് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ നോക്കൂ, പലപ്പോഴും പറയാറുണ്ട് ചിലര്, വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ തെളിവുണ്ട് എന്ന് പറയുന്നില്ല. ഖുർആനിൽ അങ്ങനെ ലൈലത്തുൽ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശഅബാൻ 15 ദുർബലമായ ഒരു റിപ്പോർട്ടുണ്ട് എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്, ഈ മാസികയിൽ ആ ലൈലത്തുൽ ഖദറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന ഒരു അഭിപ്രായം പോലും എടുത്തു പറയാതെ വെറും ശഅബാൻ 15 പോരിശ വ്യക്തമാക്കുവാൻ വേണ്ടി എഴുതിയ ലേഖനത്തിൽ ഈ ആയത്തെടുത്തുദ്ധരിക്കുമ്പോൾ വായനക്കാരെന്ത് മനസ്സിലാക്കും? ഈ ആയത്ത് ശഅബാൻ 15 കുറിച്ച് തന്നെയാണ് എന്നാണ് വ്യക്തമായും ആളുകൾ തെറ്റിദ്ധരിക്കുക. അതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം. അതുപോലെ തന്നെ മറ്റൊരു വാരികയിൽ പറയുന്നു, എന്ത്? അതുകൊണ്ടാണത്രേ ഈ രാവിന് മോചനരാവ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. മോചനരാവ്, ബറാഅത്ത് രാവ് എന്ന് പേര് പറഞ്ഞു നൽകിയിരിക്കുന്നത്. അള്ളാഹു തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള മോചനം എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണിത്? അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള മോചനം എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചത് എവിടെയാണ്? സൂറത്തു തൗബയുടെ തുടക്കത്തിൽ കാണാം, ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി. അത് ബറാഅത്ത് രാവുമായിട്ടൊരു ബന്ധമില്ല. ആ വിഷയം തന്നെ അതല്ല, അതിൽ പറയുന്ന കാര്യവും അതല്ല. ഒരു പദം ബറാഅത്ത് എന്നതിൽ പറഞ്ഞു എന്നതല്ലാതെ അതും ഇവര് പറയുന്ന ബറാഅത്ത് രാവും തമ്മിൽ, ആ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ വായനക്കാരൻ ധരിച്ചോട്ടെ, ഖുർആനിൽ തന്നെ ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ ദിനത്തിൽ അള്ളാഹുവിന്റെ ദോഷികളായ അടിമകളെ അവന്റെ മഹത്തായ അനുഗ്രഹത്താലും ഔദാര്യത്താലും നരകത്തിയിൽ നിന്ന് എന്നേക്കുമായി മോചനം നടത്തുന്നതാണ് എന്ന് പറയുമ്പോ ആളുകൾ വിചാരിക്കുന്നത് ഖുർആനിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ തന്നെ ലൈലത്തുൽ മുബാറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലൈലത്തുൽ മുബാറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശഅബാൻ 15 രാവാണ് എന്ന അഭിപ്രായമാണുള്ളത് എന്നിങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കുവാനിടവരും. അപ്പൊ ഇവര് സാധാരണ പറയുന്നതറിയോ, ഞങ്ങളെ പല അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയല്ല. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞ് ഇത് ദുർബലമാണെന്ന് പറഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാതാകുമായിരുന്നു. കാരണം എന്തേ? എല്ലാ മുഫസ്സിരീങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ മുഫസ്സിരീങ്ങളും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായം ശരിയല്ല, ആ അഭിപ്രായം തെറ്റാണ് എന്നുകൂടി അവര് പറഞ്ഞു. നിങ്ങൾ അത് ചെയ്തിട്ടില്ല. നിങ്ങൾ ഉദ്ധരിച്ചിടത്ത് പല അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിടത്ത് പോലും ഇതാണ് പ്രബലമായ അഭിപ്രായമെന്നും മറ്റേത് സ്വീകാര്യോഗ്യമല്ല എന്നും പറഞ്ഞിട്ടില്ലെന്നും മാത്രമല്ല, ചില ലേഖനങ്ങളിൽ അത് വ്യക്തമായി അതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന നിലക്കുള്ള എഴുത്തുകളും പരാമർശങ്ങളുമാണ് ലേഖനങ്ങളിൽ വന്നിട്ടുള്ളത്. തന്നെയുമല്ല, ഇങ്ങനെ ഒരു ദുർബലമായ അഭിപ്രായത്തിന്റെ പേരിൽ എന്തൊക്കെ വിഷയ പറഞ്ഞുണ്ടാക്കുന്നത്? ബജറ്റ് അവതരണത്തിന്റെ ദിവസമാണിന്ന് എന്നാണ് പറയുന്നത്. ബജറ്റ് അവതരണം എന്ന് പറയുമ്പോ മൗലവി നിങ്ങൾ എന്തിനാണ് അവരെ പരിഹസിക്കുന്നത് എന്ന് പറയേണ്ടതില്ല. ഞാൻ ആരെയും പരിഹസിക്കുകയല്ല. ഈ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ നിങ്ങൾ കണ്ടോക്കൂ, ബജറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ബജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ. ഞാൻ അതിൽ നിന്ന് ആദ്യ ഭാഗം വായിക്കാം. വർഷാനുവർഷം നമ്മുടെ രാജ്യത്ത് ബജറ്റ് അവതരണങ്ങൾ നടക്കാറുണ്ട്. അടുത്ത വർഷത്തിൽ പ്രാവർത്തികമാക്കേണ്ട പദ്ധതികളും പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരവുകളും
നേരത്തെ ഒരു അനുമാനപ്രകാരം അവതരിപ്പിക്കുക സ്വാഭാവികം. കമ്മി ബജറ്റുകളും മിച്ച ബജറ്റുകളും ഉണ്ടാകുന്നു. സാധാരണക്കാരന് മെച്ച ബജറ്റാണെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടങ്ങൾ ആര് ഭരിച്ചാലും ആര് ബജറ്റ് അവതരിപ്പിച്ചാലും ക്രമേണ ചക്കിക്ക് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നത് യാഥാർത്ഥ്യം എന്നിങ്ങനെ പറഞ്ഞു ബജറ്റുകളെ കുറിച്ച് ഒരാമുഖം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, എന്നാൽ അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ നിന്ന് അടുത്ത ഓരോ വർഷവും നടക്കാനിരിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എടുത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിക്കൊടുക്കുന്ന ഒരു ദിനമുണ്ട്. ഒരു വർഷത്തെ ബജറ്റ് രേഖ ഉത്തരവാദപ്പെട്ട മലക്കുകൾ മുഖേന ആ രേഖ അല്ലാഹു നൽകുന്നു. അതാത് സമയങ്ങളിൽ നിശ്ചിത കാര്യങ്ങൾ ചെയ്തുകൊള്ളാൻ അവരെ ഏൽപ്പിക്കുകയാണ്. അതിൽ ഗുണവും ദോഷവും എല്ലാം ഉണ്ടായേക്കാം. ഈ ദിവസത്തെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് മുഫസ്സിറുകൾ പറയുന്നു. ദുഹാൻ സൂറയിലെ ഏതാനും പ്രഥമ സൂക്തങ്ങൾ ഇതിലേക്ക് വെളിച്ചം വീശുന്നു. നിശ്ചയം അതിനെ ബറക്കത്താക്കപ്പെട്ട ഒരു ദിനം നാം ഇറക്കി. അതിന് ശ്രേഷ്ഠത അല്ലാഹു പറയുന്നു, ആ രാത്രിയിൽ എല്ലാ കാര്യങ്ങളെയും വിട്ടുപിരിക്കപ്പെടും. സൂറത്തു ദുഹാൻ ആശയം. എന്നിട്ട് പറയാണ്, ഈ പരിശുദ്ധ രാത്രി ഏതാണെന്നതിൽ അഭിപ്രായാന്തരമുണ്ട്. ലൈലത്തുൽ ഖദറാണെന്നും ബറാഅത്ത് രാവാണെന്നും വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു. ഏതാണ്ട് ഇതിലെ പ്രബലം എന്നോ ഏതാണ്ട് ഇതിലെ പ്രബലമല്ലാത്തത് എന്നോ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, എന്നാൽ ബഹുമാനപ്പെട്ട ഇക്രിമത്തും ഒരു വിഭാഗവും അഭിപ്രായപ്പെടുന്നത് കാര്യങ്ങളെ വിട്ടുപിരിക്കുന്ന രാത്രി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ശഅബാൻ 15 പറ്റിയാണെന്നാണ്. എന്നിട്ട് അതിന്മേലാണ്ട് കൂടിയിട്ടാണ് ബജറ്റിനെ കുറിച്ച് വ്യക്തമായി പറയുന്നത്. അപ്പോ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ വാർഷികമായ ബജറ്റുകൾ അവതരിക്കപ്പെടുന്നു ഈ രാത്രി എന്ന്. അതിനും തെളിവോതിയതിന്റെയാണ് ഖുർആൻ. കാരണം ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം, ബലവത്തായ എല്ലാ കാര്യങ്ങളും അന്ന് വിവേചിച്ച് തീരുമാനിക്കപ്പെടുന്നു എന്നായത്തോതി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല, ഞങ്ങൾ ആ അഭിപ്രായം വെറുതെ കൂട്ടത്തിൽ ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ, അത് പ്രബലമായ അഭിപ്രായം മറ്റേ തന്നെയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ ദുർബലമായ അഭിപ്രായത്തിന്റെ പേരിൽ നിങ്ങളൊരു ലേഖനം മുഴുവൻ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതുമ്പോ വായനക്കാരെന്ത് മനസ്സിലാക്കും? നിങ്ങൾ ഏതിനാണ് പ്രബലത നൽകിയത്? ഏതിനാണ് നിങ്ങൾ പ്രാമാണികത നൽകിയത്? മറ്റേയുമല്ല തന്നെയുമല്ല മറ്റു ചില റിപ്പോർട്ടുകളിൽ മറ്റു ചില ലേഖനങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ചുള്ള പരാമർശം പോലും നടത്താതെ ഇത് ശഅബാൻ 15 രാവിനെ പറ്റി തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലക്കാണ് ലേഖനം എഴുതി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അതിന് പല സ്ഥലത്തുണ്ട് എന്നാ നേരത്തെ റിസാലക്കാരൻ പറഞ്ഞത്. പല സ്ഥലത്ത് എവിടെ? പല സ്ഥലത്തും ഈ രാവിന്റെ പുണ്യം പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പല സ്ഥലത്ത് പോയിട്ട് ഒരൊറ്റ സ്ഥലത്ത് പോലും പ്രാമാണികമായ പിൻബലത്തോടുകൂടി രേഖയോടുകൂടി ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞതായി തെളിയിക്കുവാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ നിന്നും നമ്മൾ വായിക്കേണ്ടതില്ല. എല്ലാ തഫ്സീറുകളിലും ഈ വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊക്കെ പ്രബലമായ അഭിപ്രായം പറഞ്ഞത് ഈ അഭിപ്രായം തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആനിന്റെ നസ്സ് അതാണ്. ലൈലത്തുൽ ഖദറിലാണ്, അത് റമളാനിലാണ്. തന്നെയുമല്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയും ചെയ്തു, എന്ത് ആരെങ്കിലും അത് ശഅബാനിലെ രാത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണുള്ളത്, സത്യവുമായിട്ട് അതിന്റെ ബന്ധമില്ല എന്ന്. അപ്പൊ വിശുദ്ധ ഖുർആനും അതുമായിട്ടുള്ള ബന്ധം ഇല്ല എന്ന് മനസ്സിലായി. ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, പ്രത്യേകം കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല, പ്രത്യേകമായി നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പ്രത്യേക നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി സുന്നത്തുകളിലേക്ക് കടന്നു നോക്കിയാലോ, ഹദീസുകളിൽ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ധാരാളം ഹദീസുകളുണ്ട്. കൊട്ടക്കണക്കിന് ഹദീസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, കൊട്ടക്കണക്കിന് ഹദീസുകൾ ഉണ്ടായിക്കോട്ടെ. ആ കൊട്ടക്കണക്കിന് ഹദീസുകൾ കണ്ട പണ്ഡിതന്മാര് തന്നെ, ആ കൊട്ടക്കണക്കിന് എന്ന് പറയുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ കണ്ട പണ്ഡിതന്മാര് തന്നെ ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് തുർമുദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. എന്താണത്? ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്റെ വിരിപ്പിൽ കാണാതായി. ഞാൻ എഴുന്നേറ്റു അന്വേഷിച്ചു. അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ മദീനയിലെ പൊതുശ്മശാനമായ ബഖീയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ ചോദിച്ചു, നബിയെ നിങ്ങൾ എവിടെയാണ്? ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആയിഷ നിന്നെ ഞാൻ അവഹേളിക്കുമെന്നോ അപമാനിക്കുമെന്നോ നീ വിചാരിച്ചോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്ത്, ഞാൻ നിങ്ങൾ മറ്റു ഭാര്യമാരുടെ സമീപത്തേക്ക് പോയിരിക്കുമോ എന്ന് സംശയിച്ചിറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, ആയിഷ ഇന്നത്തെ രാത്രി
ശഅബാൻ 15 രാത്രിയാണ്. അള്ളാഹു ഈ ദിവസത്തിൽ ആകാശലോകത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കൽബ് ഗോത്രക്കാരുടെ ആട്ടിന്റെ രോമത്തിന്റെ കതിറിനേക്കാൾ, അഥവാ അറബികളിൽ കൽബ് ഗോത്രക്കാർക്കായിരുന്നു അത്രേ കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നത്. അവരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ ഉപരി അള്ളാഹു അന്ന് പാപികളുടെ പാപം പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ, അബൂ ഈസ തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ആ ഹദീസ് ഉദ്ധരിച്ച ശേഷം പറയുന്നുണ്ട്, ആ ഹദീസ് ലഈഫുകളുടെ ഗണത്തിലാണ് വരുന്നത് എന്ന ആശയം അദ്ദേഹം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ ഹദീസിന്റെ പരമ്പരയിൽ ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഹദീസുകൾ എഴുതുകയില്ല എന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഇമാം നസായി പറയുന്നു, ഹദീസിന്റെ വിഷയത്തിൽ ലൈസ ബിൽ ഖവി, അദ്ദേഹം ശക്തനല്ല. മാത്രമല്ല ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കാനൽ ഹജ്ജാജ് ഇബ്നു അർത്താത്ത് ലാ യഹ്ദുറുൽ ജമാഅ, ഈ ഹജ്ജാജ് ഇബ്നു അർത്താത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ജമാഅത്തിന് പങ്കെടുക്കാത്ത വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹിഫ്ള് വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ലൈസ ബിഹുജ്ജാ ഫിൽ ഫുറൂഇ വൽ അഹ്കാമി, വിധിവിലക്കുകളുടെ വിഷയത്തിലോ ശാഖാപരമായ കാര്യങ്ങളിലോ അദ്ദേഹം തെളിവിന് കൊള്ളുകയില്ല എന്നൊക്കെയുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ ആ ഹദീസ് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന കാര്യമായ ഒരു ഹദീസാണ്, അത് ലഈഫാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ പറയാറുള്ളത് ഇബ്നു മാജയുടെ മറ്റൊരു റിപ്പോർട്ടാണ്, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ, ശഅബാൻ 15 രാവായി കഴിഞ്ഞാൽ ഫഖൂമൂ ലൈലഹാ, അതിന്റെ രാത്രി നിങ്ങൾ നമസ്കരിക്കുക, വസൂമൂ നഹാറഹാ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന സംഭവമാണ്. ആ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാരെല്ലാം പറയുന്നുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവവും തെളിവിന് കൊള്ളുന്നതല്ല, അത് ദുർബലമാണ്, അത് ദഈഫാണ് എന്ന് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറയുന്നു. ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിൽ ഇവർ ഉദ്ധരിക്കാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളൊക്കെ കണ്ടിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന്. ലൈലത്തുൽ ബറാഅത്തിന്റെ അതല്ലെങ്കിൽ ശഅബാൻ 15 പോരിശയെക്കുറിച്ച്, അന്ന് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, അന്ന് ബജറ്റ് അവതരിപ്പിക്കപ്പെടും എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച്, അതല്ലെങ്കിൽ അന്നാണ് ആയുസ്സിന് പരിധി നിശ്ചയിക്കപ്പെടുക എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളൊക്കെയും ഒന്നും സ്വീകാര്യയോഗ്യമല്ല, ഒക്കെയും ലഈഫുകളാണ്, അവയെ പരിഗണിക്കേണ്ടതില്ല എന്ന് പണ്ഡിത ലോകം, പണ്ഡിതന്മാർ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അഭിപ്രായം നമ്മളും എടുത്തുദ്ധരിക്കാറാണ് പതിവുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രബലമായ നിലക്ക് നാം എന്തെങ്കിലും ഒരു സൽക്കർമ്മം കൊണ്ട് ആ രാത്രിയെ ധന്യമാക്കേണ്ടതുണ്ട് എന്നോ, നാം ഏതെങ്കിലും നിലക്ക് പ്രത്യേകമായി ഖുർആൻ പാരായണം നടത്തേണ്ടതുണ്ട് എന്നോ, പ്രത്യേകം നമസ്കരിക്കേണ്ടതുണ്ട് എന്നോ, അതിന്റെ പിറ്റേന്ന് പ്രത്യേകം നോമ്പെടുക്കേണ്ടതുണ്ട് എന്നോ പറയാൻ പ്രബലമായ ഒരു തെളിവുകളും ആ വിഷയത്തിലില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് ആ വിഷയത്തിൽ സലഫി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ആളുകൾ നിസ്കരിക്കുന്നതിനെ മുടക്കാനോ, നോമ്പെടുക്കുന്നതിനെ മുടക്കാനോ, യാസീൻ ഓതുന്നതിനെ മുടക്കാനോ, ദിക്ർ ചൊല്ലുന്നതിനെ മുടക്കാനോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ അന്ന് അനുഷ്ഠിക്കുന്നതിന് മുടക്കം വരുത്തുവാനോ മനഃപൂർവമായി എന്തെങ്കിലും ഒരു വാദം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല, ഇപ്പോഴുണ്ടായ ഒരു പുതിയ വാദവുമല്ല. പണ്ഡിതന്മാർ, ഈ ഹദീസുകളൊക്കെ പരിശോധിച്ചറിഞ്ഞ പണ്ഡിതന്മാര് തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബറാഅത്തിന്റെ പോരിശയെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം തന്നെ അവയിൽ വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് പരിഗണിക്കപ്പെടേണ്ടതില്ല. അതിനെ നാം പ്രാധാന്യപൂർവം അതിനെ പരിഗണിക്കാൻ തക്ക വകുപ്പുകൾ അതിലില്ല എന്ന് വ്യക്തമായി തന്നെ അവരെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ആ വിഷയത്തിൽ ഇവർ സാധാരണ പറയാറുള്ള ഒന്നെന്താണ്? നിങ്ങൾ നോക്കൂ, നമ്മൾ പറഞ്ഞു, മുമ്പും പറഞ്ഞു, റജബ് 27 പോരിശയുണ്ട് എന്ന് പറയപ്പെടുന്ന ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിടത്തും നമ്മൾ പറഞ്ഞു, ഇവരന്ന് പ്രത്യേകം നമസ്കാരമുണ്ട് എന്ന് പറയുന്ന ആളുകളാണ്. അന്ന് പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്. ചെയ്യുന്ന ആളുകൾ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു. എന്ത്? അന്നത്തൊരു പ്രത്യേക നമസ്കാരം, ഒരു 100 റക്അത്ത് നമസ്കാരം, ചിലർക്ക് അതിൽ താഴെയുള്ള നമസ്കാരം,
എന്തായിരുന്നാലും അങ്ങനെ ഒരു നമസ്കാരമുണ്ട് എന്ന് വളരെ കൃത്യമായി എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ആളുകളാണവർ. ആ നമസ്കാരത്തെക്കുറിച്ചിടത്തോളം പണ്ഡിതന്മാര് പറഞ്ഞത് അത് മൗലൂആയ ഹദീസാണ്. മൗലൂ എന്ന് പറഞ്ഞാൽ കള്ള ഹദീസുകളാണ്. അത്തരത്തിലുള്ള ഹദീസുകൾ എടുത്ത് ഉദ്ധരിച്ച് തെളിവിനുദ്ധരിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഹദീസുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആരെങ്കിലും ഇബാദത്തുകൾ ഉണ്ടാക്കുന്നത് കുഫിരിയത്താണ് എന്ന് വരെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സഖാഫിമാർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയ സംവാദങ്ങളിൽ അവർ തുറന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ഗസാലി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ യഹിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ബറാഅത്ത് രാവിനെ കുറിച്ചുള്ള 100 റക്അത്ത് നിസ്കാരവും അതുപോലെ തന്നെ ഈ ഇസ്രാ മിഅ്റാജ് രാവിനെ കുറിച്ചുള്ള പ്രത്യേക നിസ്കാരമൊക്കെ പറഞ്ഞ അത്തരത്തിലുള്ള ഹദീസുകളൊക്കെ മൗലൂകളാണ്. അത്തരത്തിൽ മൗലൂകളായ ഹദീസുകളൊക്കെ എടുത്തുദ്ധരിച്ച് പുതിയ ഒരു ഇബാദത്തുണ്ടാക്കുമ്പോ, പുതിയൊരു സുജൂദ് ഉണ്ടാക്കുമ്പോ അത് കുഫിരിയത്തിലേക്ക് വരെ എത്തിപ്പെടുന്ന കാര്യമാണ് എന്ന് പരസ്പരം ഇപ്പോൾ തമ്മിൽ തെറ്റിയപ്പോൾ സഖാഫിമാര് തന്നെ ആലുന്തറ തരീഖത്തിന്റെ പേരിൽ പ്രത്യേകം പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ വെച്ച് വ്യക്തമായി സംവദിച്ചിട്ടുണ്ട്. ഗസാലി ഇമാം എഴുതിയിട്ടുണ്ട് ഈ 100 റക്അത്ത് നിസ്കാരം. സമസ്തക്കാരത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അവരത് ജനങ്ങളുടെ മുമ്പിൽ എഴുതിവിട്ടിട്ടുണ്ട്. ഈ വസ്തുത നമ്മൾ എല്ലാ വർഷവും ജനങ്ങളോട് പറയാറുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത നിസ്കാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റസൂല് പഠിപ്പിക്കാത്ത നോമ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റസൂല് എണ്ണം നിശ്ചയിക്കാത്തതിന് ഇവർ എണ്ണം നിശ്ചയിക്കുന്നു. റസൂല് പ്രത്യേകത നിശ്ചയിക്കാത്ത സൂറത്തിന് പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട് ഇവർ പ്രത്യേകത സങ്കല്പിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോ നമ്മളെ മേക്കെട്ട് കയറാനാണ് ചില മൗലവിമാര് ശ്രമിക്കുന്നത്. അവര് പറയണെന്തെന്നറിയോ? അതൊക്കെ മൗലവിയുടെ വകയാണ്. നമ്മൾ സുന്നികളല്ലേ മൂപ്പര് ജയിക്ക? നമ്മൾ സുന്നികളല്ലേ? ഒരു ആൾക്കാരോട് ചോദിക്കാണ്. ഇത് മൂപ്പരിങ്ങിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കുക, ജനങ്ങളോട് ചോദിക്കാണ്. അല്ലെ ജനങ്ങളെ, ഈ മൗലവി പറയണ നിങ്ങൾ കേട്ടില്ലേ? എന്ത്? നമുക്ക് 100 റക്അത്ത് നിസ്കാരമുണ്ട് പോലും. നമ്മളൊക്കെ സുന്നികളല്ലേ? നിങ്ങൾ ആരെങ്കിലും 100 റക്അത്ത് നിസ്കാരം കേട്ടിക്കണോ? നമ്മൾ ആരോടെങ്കിലും അത് പറയുന്നുണ്ടോ? നമ്മളൊക്കെ സുന്നികളല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് കേൾവിക്കാരുടെ മുമ്പിൽ നമ്മളൊരു നുണയനാക്കുക. നമ്മൾ ഇവരെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കി ആട്ടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണെന്ന് വരുത്തി തീർക്കുക. നമ്മൾ ഇവരുടെ പേരിൽ കളവ് പറഞ്ഞതാണെന്ന് വരുത്തി തീർക്കുക. മുസ്ലിയാക്കന്മാരുടെ ഈ അടവ് എപ്പോഴും അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രകടമായ ഉദാഹരണം ഇതാ. ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ആ കാസറ്റ് ഒന്ന് കേൾപ്പിക്കുക. തന്നെയാണ്, ഒരു സംശയമല്ല. മുജാഹിദീങ്ങളിൽ ശരീഅത്ത് വിരോധികളാണെന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിലുള്ള പലതും ഇവർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. തെളിവെന്താ? ഇവർക്ക് ബറാത്തുകാരല്ല 100 റക്അത്ത് കട്ട് ചെയ്തു. അവിടെ നമ്മൾ ഇയാൾ നേരത്തെ ചെയ്ത ആറ്റിനെ പട്ടിയാക്കണ സമീപനം തന്നെയാണ് അതിലുള്ളത്. ബറാത്തിന് ഒരു 100 റക്അത്ത് നിസ്കരിക്കണം നമ്മളെവിടെയെങ്കിലും പറയലുണ്ടോ? നമ്മളൊക്കെ സുന്നികളാണല്ലോ. നമ്മളെവിടെങ്കിലും പറയലുണ്ടോ ബറാത്തിന് 100 റക്അത്ത് നിസ്കരിക്കണമെന്ന്? ഈ സാധനം പച്ച മലയാളത്തിൽ ഈ സൈസ് നുണ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഹദീസിലും ഖുർആനിലും ഇവർ എത്ര പറയും? മുമ്പ് കേട്ടിട്ടുണ്ടാവും. കാരണം ഇയാള് മനസ്സിലായില്ലേ? 100 റക്അത്ത് നിസ്കരിക്കണം എന്ന് സുന്നികൾ ആരെങ്കിലും പറഞ്ഞു? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് പറയും. അപ്പൊ മുമ്പ് ഇയാള് ബറാത്തിനാ പറഞ്ഞ കാസറ്റ് ഇറക്കിയിരുന്നു, അതിലിത് പറഞ്ഞിരുന്നു. അന്ന് ഞാനതിന് മറുപടി അതിൽ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ ഇതന്നെ പറഞ്ഞു. പിന്നെയും തന്നെ പറയണത് എന്തൊരു അസുഖമാണ്. നിങ്ങൾ നോക്കൂ. ഇനി ഞങ്ങൾക്ക് കുത്തുബിയത്തന്നല്ല, ഇവർക്ക് കുത്തുബിയത്തിന്റെ മുമ്പുള്ള 12 റക്അത്തില്ല. അപ്പൊ കേട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ വിഷയം കേട്ട് കഴിഞ്ഞു. എന്താ പറഞ്ഞതറിയോ? ഞാൻ നുണ പറഞ്ഞതാണ്. ഈ സൈസ് ഇല്ലാത്ത സുന്നികളെ കുറിച്ചുള്ള ഈ സൈസ് നുണ ഇയാൾ പറയുമ്പോ ഖുർആനിലും ഹദീസിലൊക്കെ ഇയാൾ എത്ര നുണ പറയുണ്ടാവും എന്ന് മൂപ്പര്. ഇത് കേൾക്കണ മനുഷ്യന്മാര് നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക? സലഫി മൗലവി നുണ പറഞ്ഞു തന്നെ. സുന്നികൾക്ക് അങ്ങനെ വാദം നിങ്ങളൊക്കെ സുന്നികളല്ലേ? നിങ്ങൾ കേട്ടിടോ? നാം മോലിയൊരു ഹയാത്തോട് കൂടെ ഉണ്ടെങ്കിൽ അയാൾ ഇതൊന്ന് വായിക്കട്ടെ. ഇത് പുസ്തകാരതാ. ഇതുണ്ടോ? സ്വലാത്തുൻ നഫിലി വസിയാമി തതവ്വുഇ, സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും. എഴുതിയതാരാണ്? ഹാജി പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ MFB. ഇയാൾ എഴുതിയ പുസ്തകം എന്നാർക്കിയത്? 1999 ജനുവരി. 2000 കോപ്പി അടിച്ചിട്ടുണ്ട്. വില 12 രൂപയാണ്. വാങ്ങിയ സ്ഥലം മർക്കസിന്റെ ബുക്ക് സ്റ്റാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞുതരാം. ഞങ്ങൾ വിൽക്കില്ല, ഞങ്ങളാളല്ല, ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളെ SYS ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ രസീതിയുടെ കോപ്പി വരെ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കും. എന്നിട്ട് പറയുന്നത് സുന്നികളെ നിങ്ങൾ ആരെങ്കിലും കേട്ടണോ? ഞമ്മക്ക് അങ്ങനെ 100 റക്അത്ത് നിസ്കാരം ഉണ്ടോ?
നിങ്ങൾ ആരെങ്കിലും കേട്ടുണ്ടോ? ഈ മൗലവി ഇങ്ങനെ ഈ സൈസ് നുണ പറഞ്ഞാൽ പിന്നെ ഇയാൾ ഖുർആൻ ഹദീസിലൊക്കെ പച്ച മലയാളത്തിൽ നുണ പറഞ്ഞാൽ പിന്നെ ഖുർആൻ ഹദീസിലൊക്കെ ഇയാൾ എന്ത് ചെയ്യും? എന്നാ കേട്ടോ, ആരാ നുണ പറഞ്ഞത്, ആർക്കാ അസുഖം എന്നൊക്കെ ഇപ്പൊ മനസ്സിലാക്കി തരാ. ഇതാ ഹെഡിങ് തന്നെ നോക്കൂ, ഷഅബാനിലെ സുന്നത്ത് നിസ്കാരം, ഈ പുസ്തകത്തിന്റെ 46-ാമത്തെ പേജിൽ കേട്ടോളൂ. ഷഅബാൻ 15 രാത്രി ബ്രാക്കറ്റിൽ ബറാഅത്ത് രാവ് 100 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. മൂല്യരൊന്ന് ശരിക്കൊന്ന് വിരൽ വെച്ച് വായിക്കാം. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടാണ് എന്ത് പറയാന്നറിയോ മറുപടി പറയുമ്പോ പറയാ. എന്നിട്ട് നമ്മക്ക് അസുഖാണ്, ഈ സൈസ് നോണ പറഞ്ഞാൽ ഇയാൾ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറയണതിന്റെ മുമ്പ് ഇതൊക്കെ ഒന്ന് നോക്കണ നല്ലതാ. കണ്ടോ, ശഅബാൻ 15 രാത്രി ബറാഅത്ത് രാവ് 100 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് 11 പ്രാവശ്യം ഓതുക. വേറെ ഒരു റിപ്പോർട്ടിൽ 10 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് 100 പ്രാവശ്യം ഓതുക. മുൻഗാമികളായ സൽജനങ്ങൾ ഈ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു. അവർ ഈ നിസ്കാരത്തിന് സ്വലാത്തുൽ ഖൈർ എന്ന് പേര് പറഞ്ഞിരുന്നു. ഈ ദിവസം അവർ സമ്മേളിക്കുകയും ചിലപ്പോൾ സംഘടിച്ച് നിസ്കരിക്കുന്നതുമായിരുന്നു. ഉസല്ലി സ്വലാത്തൽ ഖൈരി റക്അത്തൈനി ലില്ലാഹി തആല, നന്മയുടെ നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഈ 2 റക്അത്തായി നിസ്കരിക്കുക. അത് കുറച്ച് നീട്ടി വായിച്ചെന്തിനറിയോ? ഞാനിങ്ങനെ നീട്ടി പറയുന്നതിന് മുമ്പ് കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഇവരെ മാത്രം കുത്തകയെന്ന് അവർ വിചാരിച്ച് പണ്ട് ഇവര് പറയലുണ്ട് ജനങ്ങള്, മുജാഹിദ് മൗലവിമാർക്ക് വയല് പറയാൻ അറിയില്ല, ഒരു പ്രസംഗിക്കലാവുണ്ട്, ഞങ്ങളെ വയല് മാത്രം കേട്ടോളി. ആ കുത്തകയാണ് പൊളിക്കാൻ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ഉള്ളവന് സാധിച്ചിട്ടുണ്ട്. നിങ്ങളെ ശൈലിയിൽ വേണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ വയല് പറയും. അപ്പൊ അത് പറയുമ്പോൾ മൂപ്പർക്ക് വലിയൊരു വിഷമം. ഇത് മൂപ്പരിപ്പോ ഇങ്ങനെ നല്ലൊരു ഒച്ച അള്ളാഹ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നല്ല നീട്ടി ഇങ്ങനെ പറയുമ്പോ സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്നു. മൂപ്പർക്ക് അങ്ങനെ കഴിയണില്ല, മൂപ്പര് മൗലരായിട്ടും അതിന് കഴിയണില്ല. നമുക്കിങ്ങനെ മൗലവിയായിട്ടും ഇങ്ങനെ നീട്ടി പറയുമ്പോ അതിൽ വല്ലാത്തൊരു വിഷമം മൂപ്പര് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഏക്കവും വലിവൊക്കെ ഇതിൽ കേൾക്കുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മൾ അങ്ങനെ തന്നെ ഒന്ന് വായിക്കട്ടെ, നിങ്ങൾക്കൊന്ന് വിഷമം കൂടിക്കോട്ടെ. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ശഅബാൻ പകുതിയുടെ രാത്രിയായാൽ ആ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുകയും അതിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. ബ്രാക്കറ്റിൽ ഹദീസ് ഹദീസ് ഷരീഫ്. ഇനി മറ്റൊരു കുറെ കഴിഞ്ഞാൽ വേറെ വ്യാഖ്യാനം വരും, വിശുദ്ധ ഖുദ്സി ഹദീസ്. നോക്കി എന്തായിരുന്നാലും നോക്കൂ നിങ്ങൾ. എന്നിട്ട് പറയണ അവസാനം, റജബിലെയും ശഅബാനിലെയും നിസ്കാരത്തെ സംബന്ധിച്ച് വന്ന റിപ്പോർട്ടുകൾ അത്ര തന്നെ ബലപ്പെട്ടതല്ല. പിടികൂടുന്നുറപ്പായപ്പോ അതിന്റെ അടിയിൽ ധൈര്യച്ചു, അത്ര തന്നെ ബലപ്പെട്ടതല്ല. എങ്കിലും പൂർവീകന്മാരായ സൽജനങ്ങൾ ഈ നിസ്കാരങ്ങളിൽ നിഷ്ഠ പാലിക്കുന്നവരായിരുന്നു. നോക്കണം, അപ്പൊ അത് എഴുതിയതല്ലേ. ഇനിയിപ്പോ അതൊക്കെ പറയും. അതിപ്പോ ഞങ്ങളെ ബുക്ക് സ്റ്റാളിൽ നിങ്ങളെ ബുക്കും വെക്കുന്നുണ്ട്. ഇനിയിപ്പോ അതൊരു പറയാം, ഞങ്ങളെ ബുക്ക് സ്റ്റാളിൽ ആരുടെയൊക്കെ വെക്കുന്നുണ്ട് മൗലവിമാരെ. അവിടെ ഞങ്ങളെ വല്ല പത്രത്തിൽ സുന്നികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ വല്ല കട്ടയും പറഞ്ഞിട്ടോ, ഞങ്ങളെ 24 കാരറ്റ് കട്ടത് പറയുന്നത്. ഇതെന്താ നിങ്ങള് ഈ സാധനതാ ഇത് ഉറുപ്പ്യക്ക് 10 കിട്ടുന്ന സിറാജ് കേട്ടോ. ഈ സിറാജിൽ കൊടുക്കുകയാണ് ബറാഅത്ത് രാവ് എന്ന വിശുദ്ധ രാവ്. തുടക്കം തന്നെ പറയണം എന്താണെന്നറിയോ? ശഅബാൻ 15 ബറാഅത്ത് രാവ്, ലോകനാഥന്റെ ബറക്കത്തുള്ള രാവ് എന്ന പ്രത്യേക പ്രശംസക്ക് പാത്രമായ വിശുദ്ധ രാത്രി. അപ്പൊ കണ്ടോ, ലൈലത്തുൽ മുബാറക്കത്ത് അതന്നെ ഉറപ്പിക്കണം. അന്നേ രാത്രി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. വരാനിരിക്കുന്ന 1 വർഷത്തിൽ ഭൂലോകത്ത് നടപ്പാക്കേണ്ടുന്ന കർമ്മപരിപാടികൾ കർമ്മവീതിയിൽ ഇറങ്ങുന്ന മാലാഖമാരെ ഏൽപ്പിക്കുന്ന രാത്രി. അന്നേ ദിവസം പകൽ നോമ്പ് അനുഷ്ഠിക്കാനും രാത്രി നിസ്കരിക്കുവാനും ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും നാം അതിനെ ഖുർആനിനെ ബർക്കത്തുള്ള രാത്രിയിൽ ഇറക്കി പ്രസ്തരാത്രിയിൽ മൊത്തമായി വിധിച്ച എല്ലാ വിധികളും വിട്ടുപിരിക്കുന്നതാണ്. ദുഹാൻ 3:4. മേൽ സൂക്തത്തിലെ ബറക്കത്തുള്ള രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറാഅത്ത് രാവാണ് എന്നാണ് പണ്ഡിതന്മാരുടെ ഭാഷ്യം. കേട്ടോ, ബറാഅത്ത് രാവാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ ഭാഷ്യം. അപ്പോ വായിച്ചാൽ ഇങ്ങനെ മനസ്സിലാകുക എന്താണ്, മറ്റേതൊരു അഭിപ്രായം ലൈലത്തുൽ ഖദർ എന്നുള്ളതൊരു അഭിപ്രായം, പക്ഷെ പ്രബലത ഇതിനാണ് എന്ന മട്ടിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. കാരണം അന്ന് ബജറ്റ് വരുന്നു, എല്ലാ കാര്യങ്ങളും ഒന്ന് തീരുമാനിക്കപ്പെടുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് പറയണ്, ദുഹാൻ സൂറത്തിലെ ബർക്കത്തുള്ള രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമളാനിലെ ലൈലത്തുൽ ഖദറാണെന്ന അഭിപ്രായമുള്ളതുപോലെ തന്നെ, അവിടെ ഒരു അഭിപ്രായമുള്ളൂ, അഭിപ്രായമുള്ളതുപോലെ തന്നെ ശഅബാൻ 15 ലൈലത്തുൽ ഖദർ എന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഈ പങ്ങട്ടാ പോണ്, ശഅബാൻ 15 ലൈലത്തുൽ ഖദർ എന്നാണ്, അതും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്.
അതുകൊണ്ട് ഇതൊരു ലൈലത്തുൽ ഖദറിന്റെ പോലെ തന്നെയാണ് എന്ന് വരുത്തി തീർത്തു. എന്നിട്ട് പിന്നെ ശ്രേഷ്ഠതകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേക ആരാധനകൾ. അതാണല്ലോ ഇപ്പൊ നമ്മള് ഇയാൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് നമ്മക്ക് അസുഖമാണ്, നമ്മൾ നുണ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോ സുന്നികളെ ഇങ്ങളൊക്കെ സുന്നികളല്ലേ എന്ന് പറഞ്ഞ ആ സുന്നികളോടായി പറയണത് എന്ത്? സിറാജിൽ നമുക്ക് കാണാം അവർ പറയാണ്, ബറാത്ത് രാവിൽ നിർവഹിക്കേണ്ടുന്ന ആരാധനകളുടെ പല രൂപങ്ങളും പണ്ഡിതന്മാരും സൂഫി വര്യരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ബറാഅത്ത് രാവിൽ 100 റക്അത്ത് നിസ്കരിച്ചാൽ അവനിലേക്ക് 100 മാലാഖമാരെ അള്ളാഹു നിയോഗിക്കുന്നതാണ്. 100 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹ് 100 മലക്കുകളെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഓരോരുത്തർക്കും കൊണ്ട് അയച്ചു കൊടുക്കും. 100 ആളുണ്ടാവും. എന്നിട്ടോ ഇതിൽ 30 മലക്കുകൾ അവന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും 30 മലക്കുകൾ നരകാഗ്നിയെ തൊട്ട് അവനെ നിർഭയമാക്കുകയും 30 മലക്കുകൾ ദുനിയാവിൽ അവന് വന്നു ഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തടുക്കുകയും 10 മലക്കുകൾ പൈശാചികമായി അവന് നേരിടുന്ന ബുദ്ധിമുട്ടുകളെ വിലങ്ങുകയും ചെയ്യുന്നതാണ്. ഓക്കണം നിങ്ങൾ. അപ്പൊ ശഅബാൻ 15 രാവിൽ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരത്തിന്റെ രൂപം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തന്റെ വിഖ്യാതമായ യഹ്യായിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ വായിക്കാം: 100 റക്അത്ത്, ഈ 2 റക്അത്തുകൾ സലാം കൊണ്ട് വിട്ടുപിരിച്ച് നിസ്കരിക്കുക. ഓരോ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും ചെയ്യുക. ഈ നിസ്കാരം മറ്റൊരു രൂപത്തിലും നിർവഹിക്കാം. 10 റക്അത്ത് നിസ്കാരം, ഓരോ റക്അത്തിലും 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. മുൻഗാമികൾ ഈ നിസ്കാരം നിർവഹിക്കുകയും നിസ്കാരങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും സ്വലാത്തുൽ ഖൈർ എന്ന പ്രത്യേക പേര് നൽകുകയും ചെയ്തിരിക്കുന്നു. മുൻഗാമികൾ ഈ നിസ്കാരത്തിന് ഒരുമിച്ച് കൂടുകയും ചിലപ്പോഴൊക്കെ ജമാഅത്തായി നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് 30 സ്വഹാബികൾ ഹദീസ് പറഞ്ഞു, വല്ലവനും ഈ നിസ്കാരം നിർവഹിച്ചാൽ അള്ളാഹു അവനിലേക്ക് 70 നോട്ടം നോക്കുന്നതാണ്. ഓരോ നോട്ടം കൊണ്ടും 70 ആവശ്യങ്ങൾ സഫലമാകുന്നതുമാണ്. അതിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളൊരു ദോഷങ്ങൾ പൊറുക്കലാണ്. ഇതൊക്കെ ഇപ്പൊ യഹ്യയിലുള്ള ഭാഗങ്ങളാണ് ഈ വായിക്കുന്നത്. അപ്പൊ സിറാജുകാരൻ ഇതെടുത്ത് കൊടുത്തില്ലേ? ഇത് സുന്നികളെ പത്രവും അല്ലേ? അതോ നമ്മളൊക്കെ സുന്നികളാണെന്ന് പറഞ്ഞ് ഇത് പെടുന്നില്ലേ? അതോ നിങ്ങൾ സുന്നി അല്ലേ? അതോ നിങ്ങൾ ഈ സിറാജ് അംഗീകരിക്കുന്ന സുന്നി അല്ലേ? നിങ്ങൾ പിന്നെ എന്താണ്? അപ്പൊ ഇത് നോണ പറയാണ്. നമുക്കെന്തോ വല്ലത് ഉള്ളതന്നെ പറയാ. ഒഴിവില്ലാത്ത മനുഷ്യന്മാർക്ക് ഇല്ലാത്തത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇവർക്കറിയാം ഈ ഹദീസ് മൗലൂആണ്, കള്ള ഹദീസാണെന്ന് വന്നപ്പോ നമ്മൾ അങ്ങനെ ഒന്നും എടുക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കിയതാ. അങ്ങനെ ഒന്നും എവിടെയില്ല എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കിയതോ? നമ്മളുടെ വിടുന്ന് ഇതൊക്കെ അങ്ങനെ ഓരോ കൊല്ലം കാശ് കൊടുത്ത് വാങ്ങുമ്പോ ഇങ്ങനെ ഉപകാരം വേണ്ടേ? നിങ്ങളെ ഈ സാധനം, ഒരു മൂല്യമില്ലാത്ത ഈ സാധനം ഇങ്ങനെ ഇടയ്ക്ക് കാശ് കൊടുത്ത് ഞങ്ങൾ വാങ്ങണതാണ്. എന്തിനാന്നറിയോ? അങ്ങനെ ഓരോന്ന് കിട്ടാൻ തന്നെയാണ്. അത് നമ്മളെ കയ്യിലുണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ഓർക്കട്ടെ പറയുമ്പോ. അപ്പൊ ഈ നിലക്കാണ് അന്നത്തെ പ്രത്യേക നിസ്കാരത്തെ കുറിച്ച്. ഇനി മാത്രമല്ല, അങ്ങനെ ഒരു നിസ്കാരമുണ്ട്, ഈ നിസ്കാരത്തെ കുറിച്ചുള്ള മൗലൂആയ ഹദീസാണ് എന്ന് ഇവരെല്ലാവരും പറയുന്നു. തന്നെയല്ല, നോക്കൂ നിങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം ഇവര് പറയലുണ്ട്, ഞങ്ങളെ സൈനുദ്ദീൻ മഖ്ദൂം പണ്ടെന്നെ പറഞ്ഞില്ലേ അങ്ങനെ ഒരു നിസ്കാരം പാടില്ലാന്ന്. പിന്നെന്തിനാ ഞങ്ങളാ നിസ്കാരക്കാരാക്കുന്നത്? അത് എന്നോടല്ല ചോദിക്കണ്ടേ, നിങ്ങളെ ഈ മൗലവിമാരോടും സിറാജിലെ ലേഖനം എഴുതിയ ആളോടും ചോദിക്കാം. നിങ്ങൾ നോക്കൂ, എന്താണ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയത്? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആ ലേഖനത്തിൽ നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ ഇർഷാദുൽ ഇബാദ് എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുവെന്ന്, ഇർഷാദുൽ ഇബാദിന്റെ ഇത് കോപ്പിയാണിത്. ഇർഷാദുൽ ഇബാദിൽ കാണാം, വിരോധിക്കപ്പെടേണ്ട ചില അന്ധവിശ്വാസങ്ങൾ എന്ന ഹെഡിങ്ങിൽ കാണുന്നു. റജബ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് റഗായിബ് എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരം, ബറാഅത്ത് രാവിൽ നമസ്കരിക്കുന്ന 100 റക്അത്ത്, സംശയാടിസ്ഥാനത്തിൽ മുമ്പ് ഖദാ ആയി പോയ 5 ഫർദ് നമസ്കാരങ്ങൾക്ക് പരിഹാരമെന്നോണം റമദാൻ അവസാനത്തെ വെള്ളിയാഴ്ച 17 റക്അത്ത് നമസ്കരിക്കൽ, മുഹറം 10ന്റെ 4 അതിൽ കൂടുതലോ റക്അത്ത് നമസ്കരിക്കൽ, ഇവയൊന്നും സുന്നത്തില്ല. SYS കാരൻ റിപ്പോർട്ട് ചെയ്ത പുസ്തകത്തിൽ പറയുന്നു ബറാഅത്ത് രാവിലെ 100 റക്അത്ത് സുന്നത്താണ്. സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നു അത് സുന്നത്തില്ല. തന്നെയുമല്ല, സുന്നത്തില്ല എന്ന് മാത്രമല്ല, പ്രത്യുത അവയെല്ലാം അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഇതെല്ലാം നിർവഹിക്കുന്നവൻ കുറ്റക്കാരനായി തീരുകയും ചെയ്യും.
അപ്പൊ നിസ്കരിച്ചോട്ടെ മൗലൈമാരെ, എന്തിനാ നിങ്ങൾ കുറ്റം പറയണേ? 100 റക്അത്തല്ലേ, 200 സുജൂദല്ലേ, ആ എത്രയോ സുജൂദ് കൊണ്ട് കൂലി കിട്ടൂലേ? ഒരു ഹറാമായ പണിയല്ലല്ലോ അയാൾ ചെയ്തത്. എന്തിനാണ് മൗലൈമാരെ നിങ്ങൾ ഈ നിസ്കാരം മുടക്കികളായി മാറുന്നത് എന്ന് ചോദിക്കണ്ട. സൈനുദ്ദീൻ മഖ്ദൂം പോലും പറയുന്നു, ഇതെല്ലാം നിർവഹിക്കുന്നവൻ കുറ്റക്കാരനായി തീരുകയും ചെയ്യും. ഹറാമായ പണിയാണത്, കുറ്റകരമായ പ്രവർത്തനമാണത്. ആകയാൽ എന്ത് ചെയ്യണം? ആകയാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മുസ്ലിം നേതാക്കൾ പൊതുജനങ്ങളെ തടയേണ്ടതാണ്. സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞ അക്കാര്യം നടപ്പിലാക്കുന്നത് മുജാഹിദീങ്ങൾ മാത്രമാണ്. എന്ത്? പൊതുജനങ്ങളെ അതിൽ നിന്ന് തടയുന്നു. ഇവയെക്കുറിച്ചെല്ലാം പ്രസ്താവിക്കപ്പെട്ട ഹദീസുകൾ അടിസ്ഥാനരഹിതങ്ങളും അസത്യങ്ങളുമാണ്. ഇർഷാദുൽ ഇബാദിന്റെ മലയാള പരിഭാഷ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആ ഇർഷാദുൽ ഇബാദ് എന്ന അറബി ഗ്രന്ഥത്തിന് എം മിമ്പിച്ചിക്കോയ മുസ്ലിയാർ എഴുതിയ പരിഭാഷയിൽ നിന്ന് 123-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പൊ നോക്കൂ, നിരോധിക്കപ്പെടേണ്ട അന്ധവിശ്വാസാണ്. അത് ചെയ്യുന്നത് കുറ്റകരാണെന്നല്ലേ? ആ കുറ്റകരമായ കാര്യം മുസ്ലിം പൊതുജനങ്ങൾ ചെയ്യുമ്പോൾ അവരെ തടയണം. അത് കുറ്റമാണ്, പൊതുജനങ്ങളെ അതിൽ നിന്ന് തടയണം എന്ന് എഴുതി വെച്ച ആ നിസ്കാരം പിന്നെ എങ്ങനെ ഗസാലി ഇമാമിന്റെ യഹ്യയിൽ വന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ തടയണം എന്ന് പറഞ്ഞ് അഭിപ്രായങ്ങൾ? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആൾക്കാരല്ലേ? മൂപ്പര് പറയണ്, ഞങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആൾക്കാരല്ലേ, ഞങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം അത് തടയണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളത് ചെയ്യോ? എന്നാ പിന്നെ നിങ്ങൾ ആ ചോദ്യം സിറാജിൽ കയറി ചോദിക്കും. സൈനുദ്ദീൻ മഖ്ദൂം തടയണം എന്ന് പറഞ്ഞ സാധനം പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര വലിയ കോളത്തിൽ കൊടുത്തത്? സൈനുദ്ദീൻ മഖ്ദൂം തടയണം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എന്തിനാ ഈ കോളത്തിൽ കൊടുത്തത്? SYS-കാരന്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് നിങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിങ്ങൾ എന്തിനാണത് വിറ്റഴിക്കുന്നത്? അത് നിങ്ങൾ മറുപടി പറയണ്ടേ? അതിന് മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? തീർച്ചയായും ഉണ്ട്, അതിനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. തന്നെയുമല്ല, ഇതാരൊക്കെ എഴുതി? ഏത് നേതാക്കന്മാർക്കും തെറ്റുപറ്റും എന്നുള്ളതിന് തെളിവ് കൂടിയാണ് സഹോദരന്മാരെ ഈ സംഭവം. ഈ ഇല്ലാത്ത നിസ്കാരത്തെക്കുറിച്ച് ഇമാം ഗസാലി യഹ്യയിൽ പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്, ഇങ്ങനെ ഒരു 100 റക്അത്ത് നിസ്കാരം ഉണ്ട് എന്ന് ഗസാലി ഇമാമിന്റെ യഹ്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഗസാലി ഇമാം പറഞ്ഞത് കൊണ്ടൊരു സ്വീകാര്യോഗ്യമാകുമോ? ഇല്ല. കാരണം ആ ഹദീസ് സഹീഹല്ല. ഗസാലി ഇമാം മാത്രമല്ല, ആരായി ഗസാലി ഇമാം എന്ന് അവര് പറയാറുള്ളത്? നാഴികക്ക് 40 വട്ടം വരെ പറയാറുണ്ട് ഗസാലി ഇമാം എന്ന് പറഞ്ഞാൽ. മൗലൈമാരെ, നിങ്ങൾക്കറിയാമോ ആരാ ഗസാലി ഇമാമിന്റെ യഹ്യനെ ഒരാൾ കുറ്റം പറഞ്ഞു ആ കാലഘട്ടത്തിൽ? ഗസാലി ഇമാമിന്റെ യഹ്യയിൽ പല തെറ്റുകളുമുണ്ട് എന്നൊരു പണ്ഡിതൻ പൊതുജനങ്ങളോട് പറയുകയും അടുത്ത വെള്ളിയാഴ്ച ഞാൻ പരസ്യമായി ഗസാലി ഇമാമിന്റെ യഹ്യ ഉലൂമുദ്ദീൻ പള്ളി പരിസരത്ത് വെച്ച് പരസ്യമായി ഞാൻ കത്തിക്കുന്നതാണ് എന്നും ഒരു പണ്ഡിതൻ ആ കാലഘട്ടത്തിലെ ഒരു ഖാദി അങ്ങ് പരസ്യം ചെയ്തു. എന്നിട്ട് ഈ മുസ്ലിയാക്കന്മാര് പറയുകയാണ്, ആ പരസ്യം ചെയ്ത ഖാദിക്ക് കിട്ടിയ ശിക്ഷ. അദ്ദേഹം അതും പറഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നുപോയി. ഉറങ്ങാൻ കിടന്നപ്പോഴാ ഒരു സ്വപ്നം കാണുന്നു. ഈ പണ്ഡിതൻ ഒരു സ്വപ്നം കാണുകയാണത്രേ. സ്വപ്നത്തിൽ അദ്ദേഹം അതാ പള്ളിയിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ പ്രവേശിക്കുന്നു. പള്ളിയിലേക്ക് പ്രവേശിച്ചു നോക്കുമ്പോ അവിടെ യഥാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, മറുഭാഗത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമുണ്ട്. കൂട്ടത്തിൽ ഗസാലി ഇമാം തന്റെ യഹ്യന്റെ ഒരു കോപ്പിയുമായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് സ്വപ്നം. ആയിക്കോട്ടെ, സ്വപ്നത്തിൽ വല്ലതും കാണാലോ, എന്തും കാണാലോ. അങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹം ചെന്നപ്പോ, അദ്ദേഹം അങ്ങ് കടന്നു ചെന്നപ്പോ തന്നെ ഗസാലി ഇമാം പറഞ്ഞു അത്രേ റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ ഹസ്മി, ഇതാ നിൽക്കുന്നു എന്റെ എതിരാളി, ഇതാണ് നബിയെ എന്റെ എതിരാളി, എന്റെ എതിരാളി ഇതാണ് എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇദ്ദേഹം പറയുകയാണ്, ആര്? ഗസാലി ഇമാം പറഞ്ഞു പോലും എന്ത്, ഇദ്ദേഹമാണ് എന്റെ യഹ്യനെ കുറ്റം പറയുന്ന ആള്. ഇതും പറഞ്ഞിട്ട് ഗസാലി ഇമാം ഈ കിതാബങ്ങ് റസൂലുള്ളാഹിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഗസാലി ഇമാം ഈ യഹ്യന്റെ കിതാബങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ കൊടുക്കുമ്പോ റസൂലുള്ള അതിങ്ങനെ വറക്കത്തൻ ഓരോ പേജ് ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഹസൻ ഹസൻ, വെരി ഗുഡ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഗസാലി ഇമാമിന്റെ യഹ്യ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചിട്ട് ഇതെത്ര നല്ല ഗ്രന്ഥമാണെന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് നൽകി. തീർന്നില്ല, അതങ്ങ് കഴിഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ കോപ്പി കൈമാറി. സിദ്ദീഖുൽ അക്ബർ തങ്ങളങ്ങ് പരിശോധിച്ചു നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞ അതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ട് ഇത് എത്ര നല്ല ഗ്രന്ഥമാണെന്ന് അദ്ദേഹവും അത് പറഞ്ഞു. ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കോപ്പി പരിശോധിച്ചു നോക്കി. അതിൽ നോക്കുമ്പോഴും അദ്ദേഹവും ഓരോ പേജും പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ നല്ലതാണല്ലോ, ഇതിലൊന്നും തെറ്റ് ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കുറ്റം ബോധ്യമായി റസൂലുള്ള അദ്ദേഹത്തിന് ഹദ്ദ് വിധിച്ചു, ശിക്ഷ വിധിക്കണം, അടി കൊടുക്കാൻ. എന്ത്? യഹ്യ കത്തിക്കുന്ന പണ്ഡിതനുണ്ടല്ലോ, സ്വപ്നം കാണുന്ന ആളെ കൊടുക്കാനുള്ള പൂശ.
അങ്ങനെ അദ്ദേഹം പറയുന്നു, എന്റെ ഷർട്ടഴിച്ചു, എന്റെ കുപ്പായം ഊരിയിട്ട് എന്റെ പുറത്തേക്ക് അടി ഇങ്ങനെ വന്നു തുടങ്ങി. 4-5 അടി എനിക്ക് കിട്ടിയപ്പോ ഞാൻ വേദന കൊണ്ട് വളഞ്ഞു. ആ അവസരത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ ഇനി കൊടുത്തത് മതി. അയാളത് വിചാരിച്ചിട്ടുണ്ടാവില്ല, ഒന്നും വിചാരിച്ച് പറഞ്ഞതാവില്ല, തെറ്റുപറ്റിയതായിരിക്കും എന്ന് പറഞ്ഞപ്പോ അപ്പൊ റസൂലുള്ളാഹിയുടെ മനസ്സിൽ എന്നാ ശരി, എന്നാ ഞാൻ മതി എന്ന് പറഞ്ഞു. ആ അടിയിൽ കഴിഞ്ഞ് മൂപ്പരോട് ഉണർന്നു. അത്രേ ഓർമ്മയുള്ളൂ. ഉണർന്നിട്ട് നോക്കുമ്പോ പുറത്തിങ്ങനെ തടവി നോക്കിയിട്ട് അദ്ദേഹം പറയണം, മരിക്കോളന്റെ പുറത്ത് ആ അടിയുടെ പാടുണ്ടായിരുന്നു. ഗസാലി ഇമാമിന്റെ യഹിയയിൽ തെറ്റിട്ട് എന്ന് പറഞ്ഞ പണ്ഡിതന് കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ നാവടക്കിക്കോണം മൗലവിമാരെ എന്ന താക്കീതിന് വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയല്ലേ നിങ്ങളിത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കഥ ഇല്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ മദ്രസയിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങൾ ഈ കഥ പഠിപ്പിക്കുന്നില്ലേ? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ നിങ്ങൾ കുട്ടികൾക്ക് ഗസാലി ഇമാമിനെ കുറിച്ച് പോരിശ പറയുമ്പോ ഈ കഥ പഠിപ്പിക്കുന്നില്ലേ? അത് വായിക്കുന്നവരെന്ന് വിചാരിക്കും റസൂലിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത യഹിയയിൽ തെറ്റോ, അബൂബക്കർ സിദ്ദീഖ് പരിശോധിച്ച യഹിയയിൽ തെറ്റോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശോധിച്ച യഹിയയിൽ തെറ്റോ? തെറ്റുണ്ട് എന്ന് പറഞ്ഞവനെ അടി കിട്ടിയെങ്കിൽ പിന്നെ ആ ഗസാലി ഇമാമിന്റെ യഹിയയിൽ പിന്നെ ഈ 100 റക്അത്ത് നിസ്കാരത്തിന്റെ കള്ള ഹദീസ് അങ്ങനെ വന്നു എന്ന് സഖാഫിമാര് പറയണ്ടേ? അതാണ് ഇപ്പൊ തമ്മിൽ തെറ്റിയപ്പോ വിളിച്ചു പറഞ്ഞതെന്ത്? അതിൽ തെറ്റുണ്ട്, ഗസാലി ഇമാം അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗസാലി ഇമാമിന്റെ യഹിയ പോലെയുള്ള കിതാബുകളിൽ ഇത്തരം നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവേണ്ടതില്ല എന്ന് വേറെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത്. ഒന്നുകിൽ നിങ്ങളെടുത്ത് എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഈ കഥ കെട്ടുകഥയെന്ന് മനസ്സിലായത് റസൂല പരിശോധിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. മാത്രമല്ല ഇനി ഈ പറയുന്ന ഈ തെറ്റ് എവിടെയൊക്കെ വേറെയും വന്നു. ഇതെന്താ സാധനം? അൽ ഗുനിയാലി താലിബി തരീഖിൽ ഹഖ് ഫിൽ അഖ്ലാഖി വത്തസവ്വുഫ് വൽ ആദാബിൽ ഇസ്ലാമിയ്യ. ഇതാരുടേതാണ് കിതാബ്? യാ ഗൗസിയ മുഹിയുദ്ദീൻ 1000 തവണ വിളിച്ചു പ്രാർത്ഥിക്കണം നിങ്ങളുടെ മുഹിയുദ്ദീൻ ശൈഖില്ലേ? ആ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് അൽ ഗുനിയ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പോലും പറയുന്നുണ്ട്, ഫഅമ്മസ്സലാത്തുൽ വാരിദ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പാതിയുടെ രാത്രിയിൽ വന്നിട്ടുള്ള നമസ്കാരം ഫഹിയ മിഅത്തു റക്അഹ്, അത് 100 റക്അത്താണ്. 1000 വട്ടം ഖുൽ ഹുവല്ലയോദനം. എങ്ങനെ? ഓരോ റക്അത്തിലും 10 പ്രാവശ്യം അതോദിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പോരിശ പറയുന്നില്ലേ? അപ്പൊ മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ ഇതങ്ങനെ വന്നു, യഹിയയിൽ ഇതങ്ങനെ വന്നു. അവര് മനഃപൂർവ്വം എഴുതി വെച്ചതാണോ? ഇത് കളവാണെന്ന് മനസ്സിലായിട്ടും എഴുതി വെച്ചതാണോ? നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഗസാലി ഇമാമോ മുഹീദ്ദീൻ ശൈഖോ ഈ ഹദീസ് കളവാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചതാണ് എന്നൊരു ദുഷിച്ച ധാരണ അവരെ കുറിച്ച് നമുക്കില്ല. കാരണം അവർ അത് സഹീഹാണെന്ന് വിചാരിച്ച് എഴുതിയതാകും. പക്ഷേ അത് സഹീഹല്ല, അത് സ്ഥിരപ്പെട്ടതല്ല എന്ന് മനസ്സിലായിട്ടും പിൽക്കാലത്ത് തങ്ങളുടെ തന്നെ തട്ടകത്തിൽപ്പെട്ട പണ്ഡിതന്മാരിൽ പ്രമുഖനായ ആളുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ പോലും അത് നിരോധിക്കപ്പെടേണ്ടതാണ്, അന്ധവിശ്വാസമാണ്, കുറ്റകരമായ പ്രവൃത്തിയാണ്, മുസ്ലിം പൊതുജനങ്ങളെ തടയേണ്ട കർമ്മമാണ് എന്ന് എഴുതി വെച്ചിട്ടും പിന്നെയും ഈ വിളക്ക് പത്രത്തിൽ നിങ്ങൾ ലേഖനം എഴുതിയത് എന്തിന്റെ പേരിലാണ്? നിങ്ങളുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് അടിച്ചുവിടുന്ന പുസ്തകത്തിൽ ഇതിന്റെ പോരിശ പറഞ്ഞു സുന്നത്താക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനങ്ങൾക്കതറിയേണ്ടതില്ലേ? അപ്പോ അടിതെറ്റിയാൽ ആനയും വീഴും, ഏത് പ്രഗത്ഭന്മാർക്കും തെറ്റുകൾ സംഭവിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഗസാലി ഇമാമിന്റെയും മുഹീദ്ദീൻ ശൈഖിന്റെയും ഒക്കെ കിതാബുകളിൽ ഈ തെറ്റുകൾ വന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇവർക്കൊക്കെ തെറ്റുകൾ പറ്റാം, മനഃപൂർവ്വമായിരിക്കില്ല, ആവില്ല. സത്യം മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെയും അത് കൊണ്ടു നടക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങളത് കൊണ്ടു നടക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ നിസ്കാരമല്ല, ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ ആറ്റിനെ പട്ടിയാക്കണ പരിപാടി ഞങ്ങളോട് വേണ്ട എന്നൊന്നും ഭീഷണി ഇളക്കണ്ട മൂലയന്മാരെ. ഇതൊക്കെ നോക്കണം, ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ തന്നെ ഗ്രന്ഥങ്ങളിലില്ലേ എന്ന് നോക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ഇനി എവിടെയാണ് നോമ്പിനെ കുറിച്ച്? അന്ന് പ്രത്യേക നോമ്പ് ഉണ്ട് എന്നാണ്. എന്താണ് പ്രത്യേകം നോമ്പ്? പ്രത്യേകം നോമ്പ് എന്ന് പറയുന്നത് ശഅബാൻ 15ന്റെ പകലിൽ പ്രത്യേകം നോമ്പ് അനുഷ്ഠിക്കണമെന്നാണ് ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ശഅബാനിൽ മാത്രമല്ല എല്ലാ അറബി മാസത്തിലും 13-നും 14-നും 15-നും നോമ്പുണ്ട്. ആ അടിസ്ഥാനത്തിൽ 13-നും 14-നും 15-നും ഒരാൾക്ക് നോമ്പെടുക്കാമെന്നതല്ലാതെ ബറാഅത്തിന്റെ പിറ്റേ ദിവസം എന്ന നിലക്ക് പ്രത്യേകത സങ്കല്പിച്ചുകൊണ്ട് ഒരു നോമ്പെടുക്കൽ കുറ്റകരം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് നമ്മൾ മാത്രം പറഞ്ഞതല്ല, ഇവര് തന്നെ കൊണ്ടു നടക്കുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണികയാണിത്. കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയുന്ന ഒരു സമസ്തന്റെ അംഗീകരിക്കപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേരിലൊരു സ്മരണിക ഇറക്കിയതാണ് ശൈഖുന കണ്ണിയത്ത് സ്മരണിക.
ഇതിൽ അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. ചോദ്യകർത്താവ് ടി.കെ. മൊയ്തു മുസ്ലിയാർ. എന്താണ് ചോദ്യം? ബറാഅത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു, മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു. ഈ വിഷയത്തിൽ ശാഫിഈ മദ്ഹബിന്റെ ബലപ്പെട്ട അഭിപ്രായവും തീരുമാനവും വിവരിച്ച് എഴുതിത്തരുവാൻ വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് ടി.കെ. മൊയ്തു മുസ്ലിയാർ 1/10/1978 ശൈഖുനായുടെ മറുപടിയിൽ കാണുന്നു. എന്താണ് പറയുന്നത്? അമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനിഹി മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീളി ലാ മിൻ ഹൈസു ഖുസൂസിഹി വൽ ഹദീസുൽ മദ്കൂറു അൻ ഇബ്നു മാജാ ദഈഫ്. ഫതാവൽ കുബ്രയിൽ ഒരു ഉദ്ധരണി എടുത്തിട്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മേൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ബറാഅത്തിന്റെ നോമ്പ് അയ്യാമുൽ ബീളിൽ പെട്ടതായ നിലക്ക് സുന്നത്താണെന്നല്ലാതെ സ്വന്തം ബറാഅത്തിന്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ടു. എന്നാൽ ഇബ്നു മാജന്റെ സുന്നത്താണെന്നുള്ള ഹദീസ് ലഈഫാണ്. എന്ത് പ്രത്യേക അന്ന് നോമ്പെടുക്കണം എന്നൊരു ഹദീസ് വായിച്ചില്ലേ, അത് ലഈഫാണ് എന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഒപ്പ് 1/10/78, പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ഇതല്ലേ നമ്മളും പറയണത്? 13-നും 14-നും എടുക്കണോല് 15-നും എടുത്തോട്ടെ, ആർക്കാ അവിടെ വിരോധം? പക്ഷേ 15-ന് പ്രത്യേകമായിട്ട് സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റുമോ? 15-ന് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 15, 13-ന്റെയും 14-നും എടുക്കുന്ന ആളുകൾക്ക് അയ്യാമുൽ ബീദിൽ പെട്ടതായതിലൊക്കെ അനുഷ്ഠിക്കാം. ഇവര് ചെയ്യുന്നതോ ഇവരതൊന്നുമല്ല, 13-നും 14-നും ഒന്നും എടുക്കൂല. മറ്റു മാസങ്ങളിൽ അങ്ങനെ ഒരു സുന്നത്ത് പറഞ്ഞൂടാ, എന്നാലും ബറാഅത്തിന് നോമ്പ് എടുക്കന്നെ വേണം. എന്തേ? അത് മറ്റവർക്കില്ല ആണല്ലോ. മിറാജ് നോമ്പിന് വലിയ ആവേശം, ബറാഅത്ത് നോമ്പിന് അതിനേക്കാണ് വലിയ ആവേശം. എന്തേ? അത് മുജാഹിദീകൾ എതിർക്കണത്. പണ്ടെടുത്തം പറഞ്ഞില്ലേ, എന്താടാ ഇതിങ്ങനെ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ റൊട്ടീന ശരിക്കും എതിർക്കണ്ടില്ലേ, നല്ല ഒപ്പി തിന്നും അറിഞ്ഞു എന്നതുപോലെയുള്ള വർത്താനാണ്. ആ നിലക്ക് ഇത് കണിശമായിട്ട് അത് ഞങ്ങൾ നോറ്റേ അടങ്ങൂ എന്ന നിലക്ക്. അപ്പോ വേറൊരുത്തം മസ്ലഹത്ത് പറയാൻ വന്നിക്ക, മൂപ്പര് പറയുന്നത് നമ്മളെ കളിയാക്ക. എന്ത്? ബറാഅത്ത് നോമ്പുണ്ട്, ഇതിപ്പോ ശരിയാണ്, സ്ഥിരപ്പെട്ട് കഴിഞ്ഞില്ലേ മൗലവിമാരെ, അത് എന്തിന്റെ പേരിലെങ്കിലും ആയിക്കോട്ടെ. മൂപ്പര് പറയണേ, ഈ പുസ്തകം നിങ്ങൾ ഇത് കേട്ട് നോക്കൂ, കളിയാക്ക. എന്താ കളിയാക്കണെന്ന് അറിയോ? ബറാഅത്തിന് ഒരു പ്രത്യേക നിസ്കാരമില്ല, നോമ്പില്ല എന്ന് പറഞ്ഞപ്പോ ഇത് ക്ലാസ് ഡയറിയാണ്. ഒരു ഫൈസിയുടെ ക്ലാസ് ഡയറി എന്നാ വായിക്കുന്നത്. എന്താ അദ്ദേഹം പറയണേ അറിയോ? ആ രാവിനെ പിന്നിട്ട പകലിൽ വ്രതം സുന്നത്തുണ്ട്. 15 പകൽ എന്നത് അയ്യാമുൽ ബീദിന്റെ ഭാഗമാണ്. പുത്തൻവാദികൾ ഇബ്നു ഹജർ അവറുകളുടെ തങ്ങൾക്ക് അനുകൂലമാണെന്ന് അസത്യം പറയാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പറയണേ. ഇതിൽ നിന്ന് ശഅബാൻ 15-ന് മുസ്ലിങ്ങൾ വ്രതമെടുക്കണമെന്നാണോ എടുക്കരുതെന്നാണോ വരിക? അവിടെ തർക്കമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 13-നും 14-നും 15-നും മുസ്ലിങ്ങൾ വ്രതമെടുക്കണം. ശഅബാൻ അല്ലാത്ത മാസങ്ങളിലും 13-നും 14-നും 15-നും വ്രതമെടുക്കണം. ശഅബാൻ 15 ബറാഅത്ത് രാവിന്റെ പിന്നാലെ വന്ന പകലായി പോയി എന്ന ഒരു പ്രത്യേകതയിന്മേൽ വ്രതം സുന്നത്തില്ല എന്ന് ഇബ്നു ഹജർ പറയുന്നതിന് ശഅബാൻ 15 ബറാഅത്ത് രാവിന്റെ പിന്നാലെ വന്നതായി പോയതുകൊണ്ട് അന്ന് നോമ്പ് തന്നെ സുന്നത്തില്ലാതെയാവണം എന്ന കാട് കയറിയ അർത്ഥകൽപ്പനയാണ് പുത്തൻവാദികൾ നൽകുന്നത്. പച്ച കള്ളല്ലേ ഈ പറയുന്നത്? കളവല്ലേ ഈ പറയുന്നത്? നമുക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ? എന്ത്? ബറാഅത്ത് രാവിന്റെ പിന്നാലെ വന്ന പകലായി പോയി എന്നതിനാൽ 15-ന് നോമ്പേ എടുത്തുകൂടാന്നാ പുത്തൻവാദി പറയുന്നത്. അത് നമുക്കൊരു വാദമുണ്ടോ? ഇത്ര നേരം പറഞ്ഞതാ 13-നും 14-നും 15-നും ഒക്കെ നോമ്പെടുത്തോന്നല്ലേ നമ്മൾ പറയുന്നത്. അതിന് മാത്രം പ്രത്യേകമായിട്ട് നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ മൂപ്പര് ദുർവ്യാഖ്യാനിക്കണം. കേട്ടോ, ഇവരെ പരിപാടിയാണിത്. കേട്ടോ, ശഅബാൻ 15 ബറാഅത്ത് രാവിന്റെ പിന്നാലെ വന്നതായി പോയതുകൊണ്ട് അന്ന് നോമ്പ് തന്നെ സുന്നത്തില്ലാതെയാവണം എന്ന കാട് കയറിയ അർത്ഥകൽപ്പനയാണ് പുത്തൻവാദികൾ നൽകുന്നത്. എന്നിട്ട് പറയണേ, ഈ മസലാത്ത് ഉണ്ടാക്കും മൂപ്പര്, മൂപ്പരും കൂടി അടിയിൽ ഒരു പഞ്ചായത്ത് പറയുന്നത്. നല്ല രസമുള്ള പഞ്ചായത്താ, കേട്ടോളി. ഇനി പുത്തൻവാദി ഒരു കാര്യം ചെയ്താൽ നന്ന് എന്താ നമ്മൾ ചെയ്യേണ്ടി? ഹൈസുമിനെ പരിഗണിച്ച് ശഅബാൻ 15-ന് വ്രതമെടുക്കുക എന്ന് പറഞ്ഞാല് അയ്യാമുൽ ബീദിന്റെ ദിവസം പരിഗണിച്ചിട്ട് നിങ്ങൾ എടുക്കുക. നമ്മളോട് പറയാം, സുന്നികൾ 15-ന് വ്രതമെടുപ്പുകാരായും പുത്തനാശയാർ വ്രതമെടുക്കാത്തവരുമായാണ് സാധാരണ ശഅബാൻ 15-ന് പകൽ ഉണ്ടാവാറുള്ളത്. ഇബ്നു ഹജർ പറഞ്ഞ പരിഗണന വെച്ച് സുന്നികളും പുത്തനാശയക്കാരും ഒരുപോലെ വ്രതക്കാരായി കാണപ്പെടുന്നതിൽ എന്തുമാത്രം യോജിപ്പുണ്ട്. ഞങ്ങളും നോൽക്കുക, നിങ്ങളും നോൽക്കുക, നിങ്ങളെ നിയത്ത് വേറെ, ഞങ്ങളെ നിയത്ത് വേറെ ആയിക്കോട്ടെ. എന്താ പഞ്ചായത്ത്? എന്നിട്ട് പറയണം, യോജിക്കാവുന്ന മേഖലയിൽ പുത്തനാശയക്കാർക്ക് യോജിച്ചുകൂടെ? എന്നിട്ട് നമ്മളോട് പറയണത്, വിഷമം തോന്നുന്നു എങ്കിൽ, നമ്മളോട് പറയണത് വിഷമം തോന്നുന്നു എങ്കിൽ പുത്തനാശയക്കാർ 15-ാം രാത്രി പകലിലും പള്ളിയുടെ മൈക്കിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നാൽ മതി.
ഞങ്ങൾ വ്രതമെടുക്കുന്നത് ബറാത്ത് രാവിന്റെ പിന്നാലെ വന്ന പകൽ എന്ന നിലക്കല്ലോ, അയ്യാമുൽ ബീദിന്റെ ഭാഗം എന്ന നിലക്കാണ് എന്നിങ്ങനെ അനൗൺസ് ചെയ്തോട്ടെ മൗലവിമാര്. നോക്കണം നിങ്ങൾ, ആളെ കളിയാക്ക. എന്നിട്ട് എല്ലാരും വ്രതമായിട്ട് എടുത്തോട്ടെ. അപ്പൊ എന്താ, ഞങ്ങൾ ശഅബാൻ 15 എടുക്ക്, ഞങ്ങൾ എടുത്തോട്ടെ, നിങ്ങൾ അയ്യാമുൽ ബീദ് എന്നുള്ള ആൾക്ക് കൊടുത്തോ. എന്നിട്ട് വിഷമണ്ട നിങ്ങളെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തോ, ഞങ്ങൾക്കൊക്കെ നാളെ നോമ്പുണ്ട്, പക്ഷെ ഞങ്ങൾ അയ്യാമുൽ ബീദിന്റെ നിരക്കാണ്, ശഅബാൻ 15 പകൽ നല്ല ആൾക്കല്ല എന്നിങ്ങനെ പറഞ്ഞോട്ടെ. ഞങ്ങളെ ഇബാദത്ത് ശരിയാവോ? ഞങ്ങൾ അങ്ങനെ ചെയ്തു വിചാരിക്കാം, നിങ്ങളെ ഇബാദത്ത് ശരിയാവും. നിങ്ങളെ ഇബാദത്തിനെ കുറിച്ച് അവിടെ പറയണത് ഇത്. ഒരുത്തം പറയണത് ദുഹർ 4 റക്അത്തേ ഉള്ളൂ, ശേഷമുള്ള 2 റക്അത്ത് സുന്നത്താണ്, അതാണല്ലോ ഇപ്പൊ ശരി. അപ്പൊ ഒരു മൗലവി വന്നിട്ട് പറയണത് അല്ല, ശേഷമുള്ള 2 റക്അത്തും കൂടി നിർബന്ധം തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് പാടില്ല. അപ്പൊ ഒരുത്തം മസ്അലത്ത് പറയണത് ഞങ്ങള് ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് നിർബന്ധം എന്നുള്ളവർക്ക് നിസ്കരിച്ചോട്ടെ, നിങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ സുന്നത്ത്, നിങ്ങൾ മൈക്കി കൂടി അനൗൺസ് ചെയ്തോ, മൗലവി നിസ്കരിക്കണത് ഫർദ് ഉള്ള നിസ്കാരം, ഞാൻ നിൽക്കുന്നത് സുന്നത്ത് എന്നുള്ള നിലക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ നിസ്കാരത്തിന്റെ രീതി എന്താ? അല്ല, അതൊന്നും അറിയാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. ഇമ്മായിരം മസ്അലത്ത് പറഞ്ഞിട്ട് പണ്ട് ഉമ്മാമ മദ്യം പറഞ്ഞ മൈലല്ലേ മുപ്പര് പറയുന്നത്. ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിയെ ഇവരൊക്കെ മണ്ടയെന്നല്ലാതെ എവിടുന്ന വരിക? പണ്ട് ഒരുത്തന്റെ തലേ കലത്തിന്റെ ഉള്ളിൽ കുടുങ്ങി ഒരുത്തന്റെ തല എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല. കുറെ വലിച്ചു നോക്കി, അവസാനം പലരും പല അഭിപ്രായം പറഞ്ഞു. അവസാനം പറഞ്ഞു ഇപ്പൊ ഒരു പണിയുള്ളൂ, എന്താണ്? ആ കഴുത്താൻ മുറിക്കുക, എന്നിട്ട് നമുക്ക് കലണ്ട് ഊരിയെടുക്കാൻ ഭംഗിയായിട്ട്. എന്നിട്ട് 37 ഒറ്റ കരച്ചില്ല. എന്നെ പോലുള്ള ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഈ രാജ്യത്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ആ കല എടുക്കുക എങ്ങനെയാണ്? ഈ കോലത്തിലുള്ള